ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സാന്റിയാഗോ ബർണാവിൽ വെച്ച് നടന്ന റിയൽ മാഡ്രിഡ് വേഴ്സസ് സെൽറ്റ വിഗോ മത്സരം 5-2 എന്ന ഗോൾ സ്കോറിനായിരുന്നു റിയൽ മാഡ്രിഡ് വിജയം കരസ്ഥമാക്കിയത്. റിയൽ മാഡ്രിഡിന് വേണ്ടി എംബാപ്പെ, വിനീഷ്യസ് ജൂനിയർ, എൻട്രിക് എന്നിവരാണ് ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നത്. റിയൽ മാഡ്രിഡിൻ്റെ ഭാഗത്ത് നിന്ന് വളരെ മികച്ച രീതിയിലുള്ള പെർഫോമൻസ് ആണ് കാണാൻ വേണ്ടി സാധിച്ചത്. ഒരുപാട് നാളുകളായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, എന്തുകൊണ്ടാണ് കാർലോ ആഞ്ചലോട്ടി റീതിങ്ക് ചെയ്യാത്തത്, ഒരു ചേഞ്ചസ് എന്തുകൊണ്ട് കൊണ്ടുവരുന്നില്ല എന്നുള്ള കാര്യം. പക്ഷേ ഈ ഒരു മാച്ചിലേക്ക് വരുന്ന സമയത്ത് ഒരുപാട് ചേഞ്ചസ് ആദ്യ 11 കൊണ്ടുവന്നു. അതിൻ്റെ റിസൾട്ട് തന്നെയാണ് നമ്മളെല്ലാവരും കണ്ടത്. കാരണം നമ്മളെല്ലാവരും എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞ് ഇപ്പോൾ ആ ഒരു പ്രോസസ്സിൽ പോകുന്നത് കൊണ്ടാണ് പല ബിഗ് മാച്ചസ് വരുന്ന സമയത്തും നമ്മൾ ഉദ്ദേശിച്ച ഒരു റിസൾട്ട് കിട്ടാത്തത്. ഫോം ഔട്ടാണെങ്കിൽ എന്തായാലും പുറത്തിരുത്തണം എന്നുള്ള ഒരു മെൻറ്റാലിറ്റി കാർലോ കാണിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അവിടെ സീനിയർ പ്ലെയർ, ജൂനിയർ പ്ലെയർ എന്നുള്ള കമ്പാരിസൺ വേണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആദ്യം തന്നെ ഫ്രാങ്ക് ഗാർസിയനെ കുറിച്ചിട്ട് പറയാം. ലെഫ്റ്റ് വിങ് ബാക്കായിട്ട് ഇന്ന് ആദ്യ 11 കളിച്ചൊരു പ്ലെയറാണ്. അറ്റാക്കിങ്ങിൽ നല്ല രീതിയിൽ റിസൾട്ട് തരാൻ പറ്റിയൊരു പ്ലെയറായിട്ട് തന്നെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. പക്ഷേ ഡിഫെൻസീവ്ലി വരുന്ന സമയത്ത് ഫിസിക്കലി കുറച്ച് ഡൗൺ ആണ്. അപ്പോൾ കുറച്ച് കിട്ടുന്ന അവസരങ്ങളിലേക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിക്കുന്ന ഒരു പ്ലെയറാണ്. വരും മത്സരങ്ങളിൽ ബിഗ് മാച്ചസ് ഒക്കെ വരുന്ന സമയത്ത് കുറച്ചുകൂടി അവസരങ്ങൾ കൊടുക്കുകയാണെങ്കിൽ എന്തുകൊണ്ടും സക്സസ് ആവും എന്നുള്ള കാര്യം 100% ഷുവറാണ്. അത് വളരെ യങ്ങായിട്ടുള്ളൊരു പ്ലെയറാണ് എന്നുകൂടി നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട കാര്യമാണ്. അടുത്തതായി ഞാൻ പറഞ്ഞ മടുത്ത കാര്യമാണ് ഗായ്സ്. പക്ഷേ ഈ ഒരു മത്സരത്തിൽ കാർലോ ഞാൻ പറഞ്ഞത് കേട്ടു എന്നാണ് എനിക്ക് പറയാനുള്ളത്. അസെൻസിയോ എന്ന പ്ലെയറിനെ ആദ്യ 11 ഉൾപ്പെടുത്തി ഗായ്സ്. എന്താണോ പുള്ളിയുടെ റേഞ്ച് ഈ ഒരു മത്സരത്തിൽ കാണിച്ചു തന്നു. റുഡിഗർ അസെൻസിയോ കോംബോ വെൽ സെറ്റാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം റുഡിഗറിൻ്റെ സെയിം മെൻറ്റാലിറ്റിയാണ് അസെൻസിയോനെ കുറിച്ചിട്ടും എനിക്ക് പറയാനുള്ളത്. അത്യാവശ്യം ഫിസിക്കലി കുറച്ചൊരു ഹൈറ്റ് കുറവായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പക്ഷേ അതൊന്നും അത്ര മെൻഷൻ ചെയ്ത് പറയേണ്ട ഒരു കാര്യമില്ല. പക്ഷെ റുഡിഗറായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് അങ്ങനെ പറഞ്ഞേ ഉള്ളൂ. റീസെൻ്റ് ഒരുപാട് വിമർശനം റുഡിഗറിനെതിരെയും വന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ റുഡിഗറിനെ മാത്രം പ്രശ്നമല്ല, ഒരുപാട് കാരണം സെൻട്രൽ മിഡ്ഫീൽഡറായിട്ട് കളിക്കുന്ന ഒരു പ്ലെയറിനെ സെൻറ്റർ ബാക്ക് പൊസിഷനിൽ യൂസ് ചെയ്ത് എന്തുമാത്രം സക്സസ് ആവും എന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. പക്ഷെ എന്തുകൊണ്ടാണ് കാർലോ അത് മനസ്സിലാക്കുന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. അപ്പോൾ ഗൈസ്, വേറൊരു കാര്യം പറയാനുള്ളത് ബ്രഹീം ഡിയാസിനെ കുറിച്ചിട്ടാണ്. വളരെ അണ്ടർ റേറ്റഡ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് പുള്ളി. AC മിലാനിൽ പോയ അതിനുശേഷം അധികം മാച്ചസും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നതാണ്. ആദ്യ 11 ഉൾപ്പെടുത്തിയ ഒരു പ്ലെയർ തന്നെയായിരുന്നു. കളിച്ച എല്ലാ കളിയിലും ഒരു മിനിമം ഗ്യാരണ്ടി എന്ന് പറയാൻ പറ്റുന്ന ഒരു പ്ലെയർ തന്നെയാണ്. പക്ഷേ റിയൽ മാഡ്രിഡിൽ വരുന്ന സമയത്ത് വേറെ ഓപ്ഷൻ ഇല്ല. റോഡ്രിഗോ, എംബാപ്പെ, ബെല്ലിംഗാം, വിനീഷ്യസ് ഒക്കെ ഉള്ള സമയത്ത് ആദ്യ 11 അവസരം കിട്ടാതെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഡിയാസിനെ കുറിച്ച് പറയുന്ന സമയത്ത് എനിക്ക് പറയാനുള്ളത്, ഫോം നോക്കിയിട്ട് എല്ലാവരും മാർക്കറ്റ് വാല്യൂവും ജൂനിയറോ സീനിയറോ എന്നുള്ള കമ്പാരിസൺ വെച്ചിട്ടല്ല അവസരം കൊടുക്കേണ്ടത്. ഏത് പ്ലെയറാണോ ഫോമിലുള്ളത് ആ ഒരു പ്ലെയറിന് അവസരം കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അടുത്തതായി എനിക്ക് പറയാനുള്ളത് എൻട്രിക്കിനെ കുറിച്ചിട്ടാണ്. എനിക്കൊന്ന് റിയൽ മാഡ്രിഡിൽ വന്നതിന് ശേഷം ഇത്രയും അഗ്രസീവായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് എൻട്രിക്കിൻ്റെ ഭാഗത്ത് നിന്ന് ഇത്രയും കിടക്കാച്ചി പെർഫോമൻസ് കാണുന്നത്. അതും ആ ബോക്സിൻ്റെ പുറത്തുനിന്ന് കിക്ക് ചെയ്ത് ഇട്ട ഗോളൊക്കെ വേറെ ലെവൽ സാധനമായിരുന്നു. പക്ഷേ എൻട്രിക്കിനെ കുറിച്ചിട്ടും ഇപ്പോൾ എംബാപ്പെ എന്നുള്ളൊരു പ്ലെയർ അല്ലെങ്കിൽ എംബാപ്പേനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം അവസരം കിട്ടുന്ന ഒരു പ്രവണതയാണ് കാണാൻ സാധിക്കുന്നത്. വേറെ ഓപ്ഷനും ഇല്ല. ഇപ്പോൾ എംബാപ്പേനെ മാറ്റിയിട്ട് ഒരിക്കലും എൻട്രിക്കിനെ അവിടെ പ്ലേസ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. എനിക്ക് കുറച്ചുകൂടി ബെറ്റർ എന്ന് തോന്നുന്നത് ഒരു 1-2 സീസൺ വേറെ ഏതെങ്കിലും ക്ലബിലേക്ക് ലോണിൽ അയച്ചിട്ട് ഒന്ന് ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നാൽ കുറച്ചുകൂടി ബെറ്റർ ആവും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് തന്നെ ആവും എൻട്രിക്കിൻ്റെ ഫ്യൂച്ചറിനും നല്ലത്. കാരണം ഇത്രയും ചെറിയൊരു 10-15 മിനിറ്റ് പ്ലേ ചെയ്തതുകൊണ്ട് വലിയ രീതിയിലുള്ള റിസൾട്ടൊന്നും കൊണ്ടുവരാൻ സാധിക്കില്ല. ആ പ്ലെയറിൻ്റെ ഭാഗത്തുനിന്ന് കൂടി നമ്മൾ ചിന്തിക്കണം. അത്രയും അധികം പ്രഷറാണ് മാഡ്രിഡ് പോലത്തെ ഒരു ക്ലബ്ബിൽ കളിക്കുന്ന ഒരു സമയത്ത്. അതും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. മോഡ്രിച്ചിൻ്റെ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. പുള്ളി 39 വയസ്സ് എന്നുള്ളത് ജസ്റ്റ് ഒരു നമ്പർ മാത്രമാണ് എന്ന് പുള്ളി ഇപ്പോഴും സ്റ്റിൽ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. പിന്നെ സെബായസിനെ കുറിച്ച് പറയുന്ന സമയത്ത് എനിക്ക് പ്രത്യേകിച്ചൊരു പ്ലെയറിനെ കുറിച്ച് നമുക്ക് പ്രത്യേകിച്ച് ഒരു നെഗറ്റീവും പോസിറ്റീവും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്.
വലിയ രീതിയിലുള്ള റിസൾട്ട് തരുന്ന ഒരു പ്ലെയർ അല്ല. എന്നാൽ എന്തെങ്കിലുമൊക്കെ തരുന്ന ഒരു പ്ലെയർ എന്നാണ് എനിക്ക് ആ ഒരു പ്ലെയറിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി ഫ്യൂച്ചറിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വലിയ രീതിയിലുള്ള ഒരു ഫോമിലേക്ക് വരുമോ ഇല്ലേ എന്നൊന്നും പ്രഡിക്റ്റും ചെയ്യാൻ പറ്റാത്ത ഒരു പ്ലെയർ ആയിട്ടാണ് എനിക്ക് സെബായോസിനെ കുറിച്ചും പറയാനുള്ളത്. അപ്പോൾ ഗൈസ്, ഇനി വരുന്ന ചാമ്പ്യൻസ് ലീഗ് പോലത്തെ വലിയ മാച്ചുകൾ ഇങ്ങനെയുള്ള ഒരു ടാക്ടിക്സ് യൂസ് ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരുപാട് നാളുകളായിട്ട് ബാക്ക് ടു ബാക്ക് ചെയ്ത്, കാരണം മെൻഡി, അതുപോലെ വേറെ ആ സെൻറ്റർ ബാക്കിലേക്ക് ചൗമിനി ഫെയിലായി എത്ര വട്ടം ഫെയിലായിട്ടും പിന്നെ എന്തുകൊണ്ടാണ് ഇതിനെ യൂസ് ചെയ്യുന്നത് എന്ന് അത് മാത്രമാണ് എനിക്ക് വട്ടുപിടിക്കുന്ന കാര്യം. അത് മാത്രമാണ്. ഒരിക്കൽ ഓക്കെ ഫെയിലാവും, രണ്ടാമതും ഫെയിലാവും, ബാക്ക് ടു ബാക്ക് ഫെയിലാവുമ്പോൾ ഒരു ചേഞ്ചസ് കൊണ്ടുവരണം. എല്ലാ മാനേജേഴ്സും അത് തന്നെയാണ് ചെയ്യുക. പക്ഷേ ഈ കാർലോ എന്താണെന്ന് എനിക്ക് തിരിയുന്നില്ല ഗൈസ്. എന്താണ് ഉദ്ദേശിക്കുന്നത് ഒന്നും തിരിയുന്നില്ല. ഇനിയിപ്പം എനിക്ക് തോന്നുന്നു ഈ ഒരു മാറ്റം ബാഴ്സലോണയുമായിട്ടുള്ള ആ ഒരു മാച്ചിൽ ഇത്രയും നാണം കെട്ട് പോയത് കൊണ്ടായിരിക്കാം ഇത്രയും നല്ലൊരു ചേഞ്ചസ് കൊണ്ടുവന്നത്. അത് 100% സക്സസ് ആയി എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഗൈസ്, കോപ്പ ഡെൽറ്റ നെക്സ്റ്റ് റൗണ്ടിലേക്ക് കടന്നിരിക്കുകയാണ്. ഈ ഒരു ട്രോഫി എങ്കിൽ നമുക്ക് നേടാൻ പറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക.